അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഒരു 2 ഡയമെൻഷനിൽ അറിയത് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മാത്സിലൊക്കെ ചെയ്ത പോലെ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഓർഡർ കണ്ടുപിടിക്കണം അല്ലെ, ഓർഡർ യൂസറിൽ നിന്ന് വാങ്ങിക്കണം. അത് എം എന്നിൽ സ്റ്റോർ ചെയ്യും. എം എന്ന് പറഞ്ഞ റോ ആണ്, എന്ന് പറഞ്ഞ കോളം ആണ്, നമുക്ക് മനസ്സിലായി. ഐ റെപ്രസെന്റ് ചെയ്യുന്നത് റോനെയാണ്, ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളത്തിനെയാണ് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഐ ഈക്വൾ 0 ഐ ലെസ് ദാൻ എം ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൾ 0 ജെ ലെസ് ദാൻ ജെ പ്ലസ് പ്ലസ് ചെയ്ത് നമ്മൾ എ ഓഫ് ഐ ജിയിലേക്ക് ഓരോ വാല്യൂസ് എടുക്കും. ഇതുവരെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഒരു മാറ്റങ്ങളുമില്ല. എല്ലാ 2 ഡയമെൻഷണൽ അറേസിന്റെ ക്വസ്റ്റ്യൻസിലും ഇത് സെയിം ആയിരിക്കും. അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, എലമെന്റ്സ് ആരൊക്കെയാണ്, നമുക്ക് ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോസ് ചെയ്യാൻ ഒന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി, കോളം റോ ആവും, റോ കോളം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഔട്ടർ ലൂപ്പ് എപ്പോഴും നമുക്ക് എന്തായിരുന്നു, റോ ആയിരുന്നു. നമ്മുടെ ഇന്നർ ലൂപ്പ് എപ്പോഴും എന്തായിരുന്നു, കോളായിരുന്നു ശരിക്കും. അത് വേണം തിരിച്ചിടുക. ഫോർ ജെ ഈക്വൾ 0 ജെ ലെസ് ദാൻ ജെ പ്ലസ് പ്ലസ്, ഫോർ ഐ ഈക്വൾ 0 ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്. അതായത് ഉള്ളിൽ പുറത്ത് എഴുതിയ സാധനം ഉള്ളിലേക്കും, ഉള്ളിൽ എഴുതിയതിനെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എന്ത് ചെയ്യും, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ റൺ ചെയ്യാം. നമുക്ക് എൻ്റർ ദ ഓർഡർ ഓഫ് മെട്രിക്സ്. ഒന്നുകൂടി നിങ്ങൾ വേണമെങ്കിൽ കോഡ് നോക്കുക. ഞാൻ 3/2 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 3/2 ആണ് എൻ്റെ എലമെന്റ്സ്. ഞാനിപ്പോ ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. 4 കൊടുത്തു, 1 കൊടുത്തു, 5 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 6 കൊടുത്തു. 6 നമ്പർ ആയി. 4 5 3 1 2 6. ഞാൻ കൊടുത്തത് ഇങ്ങനെയായിരുന്നു. എന്താണ് നമ്മുടെ മെട്രിക്സ് ഇങ്ങനെയായിട്ടുണ്ടാവുക, 4 1 5 ഒരു റോയില്, അത് കഴിഞ്ഞ് 2 3 6 ആയിരുന്നു. അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇത് 3/2 ആയിരുന്നു അല്ലെ. അപ്പൊ 4 1 അതേപോലെ 5 2 3 6 എന്നായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടി. ഇപ്പൊ തിരിച്ചെങ്ങനെ കിട്ടി, ഒരു നമുക്ക് കിട്ടുന്നത് ഒരു 3/2 മെട്രിക്സ് ആയിട്ടായിരിക്കും കിട്ടുക തിരിച്ച്, അല്ലെ. സോറി, 2/3 മെട്രിക്സ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും, 4 5 3 1 2 6. യെസ്, നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോ ഒരു എലമെന്റ് സം ഓഫ് ഡയഗണൽസ്, ഡയഗണലിൽ പറഞ്ഞാൽ അറിയാലോ, 0 0 1 1 2 2 അങ്ങനെ പോകുന്ന ആ ഒരു രണ്ട് ഐന്റെ ജെയുടെ വാല്യൂ സെയിം ആവുന്ന കേസാണ് സം ഓഫ് ഡയഗണൽ വാല്യൂസ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് പറയാം. ആദ്യത്തെ ലൈൻസുകൾ ഒന്നും ചേഞ്ച് ഇല്ല കേട്ടോ, അതൊക്കെ സെയിം ആണ്. ഞാൻ ഇതുവരെ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല പ്രോഗ്രാമിൽ. എല്ലാം എം എൻ എടുത്തു, എ ഓഫ് 20 20 കൊടുത്തു, ഐ ജെ, ഒരു എക്സ്ട്രാ ഒരു വാരിയബിൾ ഉണ്ട് സമ്മ്, ബിക്കോസ് എനിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിമൈനിങ് ഇത്രയും ലൈൻസ് സെയിം തന്നെയാണ്. ഓർഡർ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഐ ഈക്വൾ 0 ഐ ലെസ് ദാൻ എം ഐ പ്ലസ് പ്ലസ് ചെയ്തു, ജെ ഈക്വൾ 0 ജെ ലെസ് ദാൻ എം ജെ പ്ലസ് പ്ലസ് ചെയ്തു, എ ഓഫ് ഐ ജെ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, അതിന്റെ ഉള്ളിൽ ഓരോ വാല്യൂസും കണ്ടുപിടിക്കണം. എനിക്ക് കണ്ടീഷൻ അറിയാം, സെയിം ലൂപ്പ് യൂസ് ചെയ്താൽ മതി. പക്ഷെ എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്, എനിക്ക് എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്യണ്ട. നോർമലി നമ്മൾ ഒരു പ്രിന്റിങ് എങ്ങനെ ചെയ്യാം, സെയിം സാധനം എഴുതും, അവിടെ പ്രിന്റ് കൊടുക്കും, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ അതല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, എനിക്ക് ഐന്റെ ജെയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ മാത്രം എനിക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ്, ഈ ഐ ഈക്വൽ ടു ജെ, അതായത് നമ്മുടെ ഐന്റെയും ജെയുടെയും വാല്യൂ സെയിം ആവുന്ന കേസുകൾ മാത്രം സമ്മിന്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിലോ കണ്ടിന്യൂ ചെയ്യൂ, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ലാസ്റ്റ് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ വാല്യൂ ഓഫ് സമ്മ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ 3/3 എടുക്കേണ്ടത്, കുറച്ച് വലിയ വാല്യൂ കിട്ടട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ 3/2 വേണ്ട, 3/3 എടുക്കാം. ഓക്കെ, 3/3 എടുത്തു. ഞാൻ 4 1 5 2 6 7, ഓക്കെ, എത്ര ആയില്ലേ, ഓക്കെ 8 2. അപ്പൊ നമുക്ക് എന്തായി, ഇത് 3/3 മെട്രിക്സ് ആയിരുന്നു. അപ്പോ 4 1 5 2 6 7, പിന്നെ ഇതായിരുന്നു 8 2 7 എന്നായിരുന്നു. അപ്പൊ 4 പ്ലസ് നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു, 2 6 7 ആണല്ലേ. 4 6 10 പ്ലസ് 7 17 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയഗണൽ ഫോം കണ്ടുപിടിക്കുക, സം ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കുക. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുകൂടി കാണിച്ചു തരാം. അതായത് നമുക്ക് അഡീഷൻ അല്ലെങ്കിൽ ആഡ് ടു മെട്രിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമുക്ക് 2 മെട്രിക്സ് വേണം. ഇത്രയും നേരം ഞാൻ ഒരൊറ്റ മെട്രിക്സിലുള്ള പരിപാടികളെ കാണിച്ചു തന്നെ. 2 മെട്രിക്സ് ആവശ്യമുണ്ടെങ്കിൽ എന്തുണ്ടാവും, എനിക്ക് 2 റോ 2 കോളം റെപ്രസെന്റ് ചെയ്യാൻ ഐയും ജെയും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, 2 റെപ്രസെന്റേഷൻ കാണിക്കണം.
ഓക്കെ. അപ്പൊ നമ്മൾ M വെച്ച് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി M1 M2 എന്ന് കൊടുക്കാം. M2 അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് R1 C1 R2 C2. ആദ്യത്തെ മെട്രിക്സിന്റെ R1 C1, രണ്ടാമത്തെ മെട്രിക്സിന്റെ R2 C2. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ, നമുക്ക് 3 വാല്യൂസ് കിട്ടണം. എന്താ റോ എന്താ കോളം എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം മെട്രിക്സ് അഡീഷൻ ഇപ്പൊ പോസിബിൾ ആവില്ല. R1 നോട്ട് ഈക്വൽ ടു R2 ആണെങ്കിൽ, അതേപോലെ തന്നെ C1 നോട്ട് ഈക്വൽ ടു C2 ആണെങ്കിൽ നമ്മൾ അഡീഷൻ പോസിബിൾ അല്ല. അത് വെറുതെ ഒന്ന് കൊടുത്തു വെച്ചിട്ടുണ്ട്, എക്സിറ്റ് ചെയ്തു അല്ലെങ്കിൽ ബ്രേക്ക് കൊടുത്താലും മതി എക്സിറ്റിന് പകരം കേട്ടോ. ഇനി മെട്രിക്സ് ഓഫ് മെട്രിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരത്തെ നമ്മൾ M യൂസ് ഇല്ലേ, M-ഉം N റെപ്രസെന്റ് ചെയ്തപ്പോൾ ഇവിടെ R1 C1 അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഫോർ I equal to 0, I less than R1 I plus plus, for J equal to 0, J less than C1 J plus plus A of IJ. കഴിഞ്ഞു. അടുത്തത് എന്താ, എഗെയിൻ ബിന്റെ കിട്ടണം. ബി കിട്ടുമ്പോൾ എഗെയിൻ എനിക്ക് ലൂപ്പ് വ്യത്യാസം ആകെ ഉള്ളത് എന്താണ്, R1 C1 പകരം R2 C2 വെച്ചിട്ട് സെയിം പ്രോഗ്രാം എഴുതി, സെയിം കോഡ് എഴുതി, സെറ്റ് ഓഫ് കോഡ്സ് എഴുതി. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, പക്ഷെ ആകെ വ്യത്യാസം അതിലുള്ള R1 C1 ആണ്. ഇനി പുതിയൊരു മെട്രിക്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം കോളം യൂസ് ചെയ്യാം, അതായത് സെയിം സാധനം യൂസ് ചെയ്യാം. C1 R1 എടുക്കാം, അല്ലെങ്കിൽ R2 C2 എടുക്കാം, അതിലൊന്നും വ്യത്യാസം വരില്ല. നമുക്ക് ആകെ എന്ത് ചെയ്യണം, C of ij equal to A of ij plus B of ij. A of ij ആദ്യത്തെ A of ij യും B of ij കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C of j കിട്ടും. C of ij പ്രിന്റ് ചെയ്യാം. ഓക്കെ. ഈ C of j പുറത്ത് അടുത്തൊരു ലൂപ്പും കൂടി ഇട്ടിട്ട് പ്രിന്റ് ചെയ്യായിരിക്കും നല്ലത്. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫോർ I equal to 0, I less than R1, ഫോർ J equal to 0 എന്ന് പറഞ്ഞ് പ്രിന്റ് ഓഫ് C of ij പ്രിന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ആവും. ഇങ്ങനെയാണ് അഡീഷൻ ചെയ്യാം. ഏകദേശം ഒരു മെട്രിക്സ് ഒരു 2 ഡയമെൻഷണൽ അറേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.